ഹായ് ഗായ്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വയർലെസ് സെഷൻ പ്രോട്ടോക്കോളാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ എന്താണ് വയർലെസ് സെഷൻ പ്രോട്ടോക്കോൾ? സോ ഈ വയർലെസ് സെഷൻ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് തന്നെ എന്തിനു വേണ്ടി ഡിസൈൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റാഗ്രാം സർവീസിൻ്റെ ടോപ്പിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അഥവാ ട്രാൻസാക്ഷൻ സർവീസ് WTP ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ദ വയർലെസ് സെഷൻ പ്രോട്ടോക്കോൾ WSP has been designed to operate on top of the datagram service WDP or the transaction service WTP. ഈ രണ്ട് ടൈപ്പിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെക്യൂരിറ്റി ക്യാൻ ബി ഇൻസേർട്ടഡ് യൂസിങ് WTLS സെക്യൂരിറ്റി ലെയർ ആവശ്യമാണെങ്കിൽ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ WDP ആയിക്കോട്ടെ WTP ആയിരിക്കോട്ടെ, രണ്ട് ടൈപ്പിന് എന്ത് ചെയ്യാൻ പറ്റും? സെക്യൂരിറ്റി ക്യാൻ ബി ഇൻസേർട്ടഡ് യൂസിങ് WTLS സെക്യൂരിറ്റി ലെയർ. സോ WSP എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, WSP എന്ത് ചെയ്യും? ഇറ്റ് പ്രൊവൈഡ്സ് എ ഷെയർഡ് സ്റ്റേറ്റ് ബിറ്റ്വീൻ എ ക്ലയൻറ്റ് ആൻഡ് എ സെർവർ. ഒരു ഷെയർഡ് സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യും. ഒരു ക്ലയൻറ്റും ഒരു സെർവറും തമ്മിലുള്ള ഷെയർഡ് സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യും. എന്തിന്? ടു ഒപ്റ്റിമൈസ് കണ്ടൻറ് ട്രാൻസ്ഫർ. കണ്ടൻറ് ട്രാൻസ്ഫറിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഒരു ഷെയർഡ് സ്റ്റേറ്റ്, ക്ലയൻറ്റും സെർവറും തമ്മിലുള്ള ഒരു ഷെയർഡ് സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യും. ഇനി നമുക്ക് നോക്കാം. HTTP, എ പ്രോട്ടോകോൾ WSP ട്രൈസ് ടു റീപ്ലേസ് വിത്തിൻ ദ വയർലെസ് ഡൊമൈൻ. അതായത് WSP എന്ത് ചെയ്യും? റീപ്ലേസ് ചെയ്യാൻ ശ്രമിക്കും. ആ വയർലെസ് ഡൊമൈൻ്റെ അകത്ത് തന്നെ റീപ്ലേസ് ചെയ്യാൻ ശ്രമിക്കും. അതെന്താണ്? സ്റ്റേറ്റ്ലെസ് ആണ്. അത് ഒരു ഫിക്സഡ് നെറ്റ്വർക്കിൻ്റെ കേസിലാണെങ്കിൽ പല പ്രോബ്ലംസും കോസ് ചെയ്യാനുള്ള സാധ്യത അതിലുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. സോ മെനി വെബ് കണ്ടൻറ് പ്രൊവൈഡേഴ്സ് ദെർഫോർ യൂസ് കുക്കീസ്. അതുകൊണ്ട് പല വെബ് കണ്ടൻറ് പ്രൊവൈഡേഴ്സും എന്ത് ചെയ്യും? കുക്കീസ് യൂസ് ചെയ്യും, സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റേറ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലയൻറ്റ് മെഷീൻ്റെ അകത്ത്. പക്ഷേ എന്താണ്? അതൊരു എലഗൻറ്റ് സൊല്യൂഷൻ അല്ല. സ്റ്റേറ്റ് ഈസ് നീഡഡ് ഇൻ വെബ് ബ്രൗസിംഗ്. ഫോർ എക്സാമ്പിൾ, ടു റെസ്യൂം ബ്രൗസിംഗ് ഇൻ എക്സാക്ട് ദ സെയിം കണ്ടക്സ്റ്റ് ഇൻ വിച്ച് ബ്രൗസിംഗ് ഹാസ് ബീൻ സസ്പെൻഡഡ്. അതായത് ഒരു ബ്രൗസിംഗ് സസ്പെൻഡ് ചെയ്ത് അതേ കണ്ടക്സ്റ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ബ്രൗസിംഗ് റെസ്യൂം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ഈ ഒരു ഓപ്ഷൻ നമുക്ക് ആവശ്യമാണ്. അതാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. നമുക്ക് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ പല വെബ് കണ്ടൻറ്റേഴ്സും കുക്കീസ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കുക്കീസ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് എന്താണ്? എല്ലാ കേസിലും എലഗൻറ്റ് സൊല്യൂഷൻ അല്ല. സോ അതുകൊണ്ട് എന്ത് വേണം? ഒരു പെർഫെക്റ്റ് സ്റ്റേറ്റ് വേണം വെബ് ബ്രൗസിങ്ങിന്. അപ്പോൾ ഈ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ക്ലയൻസും സെർവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. സോ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് നോക്കാം. ക്ലയൻറ്റ് യൂസേഴ്സ് ക്യാൻ കണ്ടിന്യൂ ടു വർക്ക് വെർ ദേ ലെഫ്റ്റ് ദ ബ്രൗസർ ഓർ വെൻ ദ നെറ്റ്വർക്ക് വാസ് ഇൻറ്ററപ്റ്റഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സെഷൻ, അതായത് ഒരു ബ്രൗസറിൽ നമുക്ക് എപ്പോഴാണോ ഒരു ബ്രേക്ക് വരുന്നത്, അപ്പോൾ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ആയിരിക്കാം, നെറ്റ്വർക്ക് ഇൻറ്ററപ്റ്റ് ആവുമായിരിക്കും. അപ്പം ആ ബ്രേക്ക് വരുന്ന അടുത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഓർ യൂസേഴ്സ് ക്യാൻ ഗെറ്റ് ദെയർ കസ്റ്റമൈസ്ഡ് എൻവയോൺമെൻറ്റ് എവറി ടൈം ദേ സ്റ്റാർട്ട് ദ ബ്രൗസർ. ഓക്കെ. സോ കണ്ടൻറ് പ്രൊവൈഡേഴ്സ് ക്യാൻ കസ്റ്റമൈസ് ദിയർ പേജസ് ടു ക്ലയൻറ്റ്സ് നീഡ്സ്. കണ്ടൻറ് പ്രൊവൈഡറിന് എന്ത് ചെയ്യാൻ പറ്റും? കസ്റ്റമർക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് അവരെ പേജ് എന്ത് ചെയ്യാൻ പറ്റും? കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഡു നോട്ട് ഹാവ് ടു റീട്രാൻസ്മിറ്റ് ദ സെയിം പേജസ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ. ഒരേ പേജ് തന്നെ പിന്നെയും റീട്രാൻസ്മിറ്റ് ചെയ്യുന്ന പ്രശ്നം ഉണ്ടാവില്ല. So wireless session protocol WSP offers the following general features needed for content exchange between cooperating clients and servers. അപ്പം WSP പല ഫീച്ചേഴ്സും നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് കണ്ടൻറ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഫീച്ചേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. ആദ്യത്തേത് സെഷൻ മാനേജ്മെൻറ്റ്. WSP introduces sessions that can be established from a client to a server and may be long lived. ആദ്യം തന്നെ സെഷൻ മാനേജ്മെൻ്റ് ആണ് അതിൻ്റെ ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പം WSP എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ സെഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതായത് ഒരു ക്ലയൻറ്റിൽ നിന്ന് സെർവറിലേക്ക് ഓരോ സെഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അത് എത്ര വേണമെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാം. സെഷൻ ക്യാൻ ഓൾസോ ബി റിലീസ്ഡ് ഇൻ എൻ ഓർഡർലി മാനർ. അത് ഒരു ഓർഡർലി മാനറിൽ വേണമെങ്കിൽ റിലീസ് ചെയ്യാൻ പറ്റും. ദി കേപ്പബിലിറ്റി ഓഫ് സസ്പെൻഡിങ് ആൻഡ് റെസ്യൂമിങ് എ സെഷൻ ആർ ഇമ്പോർട്ടൻറ്റ് ടു മൊബൈൽ ആപ്ലിക്കേഷൻസ്. അതായത് ഒരു സെഷൻ സസ്പെൻഡ് ചെയ്യുന്നതും അതേപോലെ ആ സെഷൻ നിന്ന് റെസ്യൂം ചെയ്യുന്നതും എന്താണ്? മൊബൈൽ ആപ്ലിക്കേഷൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു എക്സാമ്പിൾ നോക്കാം. അസ്യൂം എ മൊബൈൽ ഈസ് ബീങ് സ്വിച്ച്ഡ് ഓഫ്. ഒരു മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കാൻ പോവുകയാണ്.
It would be useful for a user to be able to continue the operation at exactly the same point where the device was switched off. അതായത് പിന്നീട് സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത്, അതായത് ആ മൊബൈൽ എവിടെയാണോ സ്വിച്ച് ഓഫ് ആയത് പിന്നെ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് സെയിം സെഷൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. സെഷൻ ലൈഫ് ടൈം ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ട്രാൻസ്പോർട്ട് കണക്ഷൻ ലൈഫ് ടൈം ഓർ കണ്ടിന്യൂസ് ഓപ്പറേഷൻ ഓഫ് ദ ബെയറർ നെറ്റ്വർക്ക്. അതായത് ബെയറർ നെറ്റ്വർക്കിൻ്റെ കണ്ടിന്യൂസ് ഓപ്പറേഷൻ അനുസരിച്ചിരിക്കും എന്ത് സെഷൻ ലൈഫ് ടൈം. സോ ഇതാണ് സെഷൻ മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സെഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റ് നോക്കാം. കേപ്പബിലിറ്റി നെഗോസിയേഷൻ. Clients and servers can agree upon a common level of protocol functionality during session establishment. ക്ലയൻസിനും സർവേഴ്സിനും എന്ത് ചെയ്യാൻ പറ്റും, ഒരു കോമൺ ലെവൽ ഓഫ് പ്രോട്ടോക്കോൾ ഫംഗ്ഷനാലിറ്റിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇവർ തമ്മിൽ എഗ്രി ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ പാരാമീറ്റേഴ്സ് ടു നെഗോഷിയേറ്റ് ആർ മാക്സിമം ക്ലയൻറ്റ് SDU സൈസ്. Example parameters to negotiate are maximum client SDU size, maximum outstanding requests, protocol options, server SDU size. ഇതാണ് എന്ത് ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ്. നെഗോഷിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ യൂസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സാണ്. ഒന്ന് SDU സൈസ്, അതേപോലെ മാക്സിമം ഔട്ട്സ്റ്റാൻഡിങ് റിക്വസ്റ്റ്, പ്രോട്ടോകോൾ ഓപ്ഷൻസ്, അതേപോലെ സെർവർ SDU സൈസ്. ഇതാണ് കേപ്പബിലിറ്റി നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. അതായത് ക്ലയൻസും സെർവേഴ്സും കുറച്ച് എന്താ പറയുക ഒരു കോമൺ ലെവൽ ഓഫ് പ്രോട്ടോക്കോളിൽ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിലെത്തും പല ഇതിൻ്റെ ബേസിൽ. സോ അടുത്ത പോയിൻ്റ് കണ്ടൻറ് എൻകോഡിംഗ് ആണ്. WSP ഓൾസോ ഡിഫൈൻസ് ദ എഫിഷ്യൻറ്റ് ബൈനറി എൻകോഡിംഗ് ഫോർ ദ കണ്ടൻറ് ഇറ്റ് ട്രാൻസ്ഫേഴ്സ്. അതായത് എന്താണ് എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് ഒരു കോഡ് ഫോർമാറ്റിലേക്ക് മാറ്റുന്നതിനാണ് നമ്മൾ എൻകോഡിംഗ് എന്ന് പറയുന്നത്. അപ്പം WSP ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫൈൻസ് ദ എഫിഷ്യൻറ്റ് ബൈനറി എൻകോഡിംഗ് ഫോർ ദ കണ്ടൻറ് ഇറ്റ് ട്രാൻസ്ഫേഴ്സ്. WSPയിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്ന കണ്ടൻറ്റിനെ എന്ത് ചെയ്യും, ബൈനറി എൻകോഡിങ്ങിലേക്ക് മാറ്റും. WSP offers content typing and composite objects as explained for web browsing. WSP അത് മാത്രമല്ല എന്ത് ചെയ്യുന്നു, കണ്ടൻറ് ടൈപ്പിങ്ങും ആൻഡ് കോമ്പോസിറ്റ് ഒബ്ജക്ട്സ് വെബ് ബ്രൗസിങ്ങിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ. വൈൽ WSP is a general purpose session protocol, WAP has specified the wireless session protocol. WSP ഒരു ജനറൽ പർപ്പസ് സെഷൻ പ്രോട്ടോക്കോൾ ആണെങ്കിൽ വാപ്പിന് എന്താണ് ഒരു സ്പെസിഫൈഡ് വയർലെസ് സെഷൻ പ്രോട്ടോക്കോളാണ്. അതോ ബ്രൗസിങ്ങിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യുന്നത് പോലെ. വിച്ച് കംപ്രൈസസ് പ്രോട്ടോക്കോൾസ് ആൻഡ് സർവീസ് മോസ്റ്റ് സ്യൂട്ടഡ് ഫോർ ബ്രൗസിംഗ് ടൈപ്പ് ആപ്ലിക്കേഷൻ. അതിനെന്ത് കംപ്ലൈസ് ചെയ്യുന്നു, ബ്രൗസിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന പല പ്രോട്ടോക്കോൾസും സർവീസസും വേണ്ടി ഒക്കെ ആപ്ലിക്കേഷൻസിൻ്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ അതിൽ കംപ്രൈസ് ചെയ്യുന്നുണ്ട്. അതാണ് കണ്ടൻറ് എൻകോഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ബൈനറി എൻകോഡിങ്ങിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന കണ്ടൻസിനെ അതിലേക്ക് മാറ്റും. ഓക്കെ. In addition to general features of WSP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൗസിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. In addition to general features of WSP -B offers the following features adapted to web browsing. ഓക്കെ. അടുത്ത നമുക്ക് നോക്കാം. HTTP #1.1 functionality. WSPB supports the functions of HTTP 1.1 offers such as extensible request reply methods. അതായത് ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ WSPB നമ്മൾ ബ്രൗസിങ്ങിൻ്റെ നേരത്തെ പറഞ്ഞല്ലോ, അപ്പം അത് പല ഫങ്ഷൻസും സപ്പോർട്ട് ചെയ്യും. അതായത് എക്സ്റ്റെൻസിബിൾ റിക്വസ്റ്റ് അഥവാ റിപ്ലൈ മെത്തേഡ്സ്, കോമ്പോസിറ്റ് ഒബ്ജക്ട്സ് ആൻഡ് കണ്ടൻറ് ടൈപ്പ് നെഗോഷിയേഷൻ. ഇതൊക്കെ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ HTTP 1.1 ഫങ്ഷനാലിറ്റി അതിൻ്റെ അകത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഫങ്ഷൻസ് ആണ് പറയുന്നത്. സോ ഈ WSPB എന്ന് പറയുന്നത് എന്താണ്, ഈ HTTP 1.1ൻ്റെ ബൈനറി ഫോമാണ് WSPB എന്ന് പറയുന്നത്. ഇതിനെന്താണ് കണ്ടൻറ് ഹെഡേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് കണ്ടൻറ് ടൈപ്പ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ക്യാരക്ടർ സെറ്റ് എൻകോഡിംഗ്, ലാംഗ്വേജ് എക്സെട്ര. പക്ഷേ ബൈനറി എൻകോഡിങ്സ് എന്താണ്, ആർ ഡിഫൈൻഡ് ഫോർ വെൽ നോൺ ഹെഡേഴ്സ് ടു റെഡ്യൂസ് പ്രോട്ടോകോൾ ഓവർ ഹെഡ്സ്. പ്രോട്ടോകോൾ ഓവർ ഹെഡ്സ് കുറയ്ക്കാൻ വേണ്ടി, റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ ബൈനറി എൻകോഡിങ്സ് ഹെഡേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ബൈനറി എൻകോഡിങ്സ് ആർ ഡിഫൈൻഡ് ഫോർ വെൽ നോൺ ഹെഡേഴ്സ് ടു റെഡ്യൂസ് പ്രോട്ടോകോൾ ഓവർ ഹെഡ്സ്. സോ അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫ് സെഷൻ ഹെഡേഴ്സ്. Client and server can exchange request reply headers that remain constant over the lifetime of the session. ക്ലയൻറ്റിനും സെർവറിനും എന്ത് ചെയ്യാൻ പറ്റും, എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് റിക്വസ്റ്റ് അഥവാ റിപ്ലൈ ഹെഡേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, അത് കോൺസ്റ്റൻ്റ് ആയി കിടക്കുന്ന ആ ഹെഡേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. ഒരു സെഷൻ കഴിഞ്ഞ ഒരു സെഷൻ്റെ ലൈഫ് ടൈം വരെ അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഈ ഹെഡേഴ്സ്, അതായത് ഈ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന ഹെഡേഴ്സിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും? കണ്ടൻറ് ടൈപ്സ് ഉണ്ടാവും, ക്യാരക്ടർ സെറ്റ് ഉണ്ടാവും, ലാംഗ്വേജ്, ഡിവൈസ് കേപ്പബിലിറ്റി, അതേപോലെ സ്റ്റാറ്റിക് പെരിമീറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യും? WSPB വിൽ നോട്ട് ഇൻ്റർപ്രറ്റ് ഹെഡർ ഇൻഫർമേഷൻ ബട്ട് പാസസ് ഓൾ ഹെഡേഴ്സ് ഡയറക്ട്ലി ടു ദ സർവീസ് യൂസേഴ്സ്. ഈ WSP ഹെഡർ ഇൻഫർമേഷൻ്റെ അകത്ത് ഇൻ്റർപ്രറ്റ് ഒന്നും ചെയ്യില്ല, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ബട്ട് പാസസ് ഓൾ ഹെഡേഴ്സ് ഡയറക്ട്ലി ടു ദ സർവീസ് യൂസേഴ്സ്. സർവീസ് യൂസേഴ്സിലേക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും? ഈ ഹെഡേഴ്സിനെ പാസ് ചെയ്യാൻ പറ്റും. പുഷ് ആൻഡ് പുൾ ഡാറ്റ ട്രാൻസ്ഫർ. പുള്ളിങ് ഡാറ്റ ഫ്രം എ സർവീസ് ഈസ് ദ ട്രഡീഷണൽ മെക്കാനിസം ഓഫ് ദ വെബ്. അറിയാം, ഒരു വെബ് എന്താണെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? സെർവറിൻ്റെ അകത്തുനിന്ന് നമുക്ക് വേണ്ട ഡാറ്റയൊക്കെ എന്ത് ചെയ്യും? പുൾ ചെയ്ത് കൊണ്ടെത്തരും. ദിസ് ഈസ് ഓൾസോ സപ്പോർട്ടഡ് ബൈ WSPB യൂസിങ് ദ റിക്വസ്റ്റ് റെസ്പോൺസ് മെക്കാനിസം. അപ്പോൾ ഇതേ സംഭവം തന്നെ WSPB എന്താണ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്വസ്റ്റ് റെസ്പോൺസ് മെക്കാനിസം യൂസ് ചെയ്തിട്ട് എന്താ പറയുക, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ WSPB സപ്പോർട്ട് മെയിനായിട്ട് 3 പുഷ് മെക്കാനിസമാണ്. കൺഫേം ഡാറ്റ പുഷ് വിത്തിൻ എൻ എക്സിസ്റ്റിംഗ് സെഷൻ കണ്ടസ്റ്റ്, എ നോൺ കൺഫേംഡ് ഡാറ്റ പുഷ് വിത്തിൻ എൻ എക്സിസ്റ്റിംഗ് സെഷൻ കണ്ടസ്റ്റ് ആൻഡ് എ നോൺ കൺഫേം ഡാറ്റ പുഷ് വിത്തൗട്ട് എൻ എക്സിസ്റ്റിംഗ് കണ്ടസ്റ്റ്. ഈ 3 ടൈപ്പ് ഓഫ് എന്താണ് പുഷ് മെക്കാനിസമാണ് WSPB സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അസിൻക്രണസ് റിക്വസ്റ്റ് ആണ്. അപ്പോൾ ഇതെന്താണെന്ന് നോക്കാം. ഒരു WSPB സപ്പോർട്ട്സ് എ ക്ലയൻറ്റ് ദാറ്റ് ക്യാൻ സെൻഡ് മൾട്ടിപ്പിൾ റിക്വസ്റ്റ് ടു എ സെർവർ സൈമൾട്ടേനിയസ്ലി. ഈ WSPB എന്താണ്? ഒരു ക്ലയൻറ്റ്, അതായത് മൾട്ടിപ്പിൾ റിക്വസ്റ്റ് സെർവറിലേക്ക് അയക്കാൻ പറ്റുന്ന ഒരു ക്ലയൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദിസ് ഇംപ്രൂവ്സ് ദി എഫിഷ്യൻസി ഫോർ ദ റിക്വസ്റ്റ് ആൻഡ് റിപ്ലൈസ് ക്യാൻ നൗ ബി കൊലൈസ്ഡ് ഇൻ ടു ഫ്യൂവർ മെസ്സേജസ്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, എഫിഷ്യൻസി, റിക്വസ്റ്റും റിപ്ലൈക്കും വേണ്ടിയുള്ള എഫിഷ്യൻസിയൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ എന്താണ്, ലേറ്റൻസിയും കുറയ്ക്കാൻ പറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ റിസൾട്ടും എന്താണ് ക്ലയൻറ്റിൻ്റെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലയൻറ്റിന് വേണ്ടിയിട്ട് അവൈലബിൾ ആക്കാൻ പറ്റും. സോ ഇതാണ് അസിൻക്രണസ് റിക്വസ്റ്റിൽ പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് നോക്കുകയാണെങ്കിൽ, ആസ് ഓൾറെഡി മെൻഷൻഡ്, WSPB ക്യാൻ റൺ ഓവർ ദ ട്രാൻസാക്ഷൻ സർവീസ് WTP ഓർ ദ ഡാറ്റാഗ്രാം സർവീസ് WDP. അതായത് ഈ WSPB എന്ന് പറയുന്ന സംഭവം, അതായത് ബ്രൗസിങ്ങിന് വേണ്ടിയിട്ടുള്ള വയർലെസ് സെഷൻ പ്രോട്ടോക്കോൾ എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസാക്ഷൻ സർവീസ് WTP അഥവാ ഡാറ്റാഗ്രാം സർവീസ്, അതിൻ്റെ എന്ത് ചെയ്യാൻ പറ്റും? അതിന് മേലെ റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ WSPB ആസ് കണക്ഷൻലെസ് സെഷൻ സർവീസ്. അപ്പോൾ നമുക്കിത് നോക്കാം. സോ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് പോയിന്റ് നോക്കാം. There are cases where the overhead of session establishment and release, confirmed method invocation and all associated states is simply too much. അതായത് കേസസ് ഉണ്ട്, അതായത് ഓവർഹെഡ് സെഷൻസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അതേപോലെ കൺഫേംഡ് മെത്തേഡ് ഇൻവൊക്കേഷൻ, തന്നെ ഓൾ അസോസിയേറ്റഡ് സ്റ്റേറ്റ്സിൽ തന്നെ എന്താ പറയുക, സിംപ്ലി ഈസ് ടു മച്ച്. അതേപോലെ ഒരു ഹൈ ഡിഗ്രി ഓഫ് റിലയബിലിറ്റി ആവശ്യമില്ലാത്തൊരു സംഭവം, അതായത് ആവശ്യമില്ലാത്തൊരു സിറ്റുവേഷൻ. അപ്പോൾ ആ കേസസിൽ എന്താണ്, ഇറ്റ് ഈസ് പോസിബിൾ ടു റൺ WSPB ഓൺ ടോപ്പ് ഓഫ് ദ കണക്ഷൻലെസ് അൺറിലയബിൾ WTP സർവീസ്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കേസസിൽ എന്താണ് WSPB കണക്ഷൻലെസ്, അതായത് കണക്ഷൻലെസ് WTP സർവീസിൻ്റെ മേലെ റൺ ചെയ്യാൻ വേണ്ടി പോസിബിളാണ്. ഓക്കെ, അതേപോലെ WDPനെയും WTLSനെയൊക്കെ ഒരു ആൾട്ടർനേറ്റീവായിട്ട്, അതായത് സെക്യൂരിറ്റി റിക്വയർഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനൊരു ആൾട്ടർനേറ്റീവായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. The service primitives are directly mapped onto each other. Service primitives are directly mapped onto each other. So, the example applications could be periodic pushes of weather data from a remote sensor device to a client. So, ഇതിൻ്റെ നമുക്ക് എന്താ പറയുക, ഇതിനെ നമുക്ക് പറയുന്ന ഇതുണ്ടാവില്ല, എക്സാമ്പിൾ ആപ്ലിക്കേഷൻസ്. പീരിയോഡിക് പുഷസ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ കാര്യങ്ങൾ ഓരോ പീരീഡായിട്ട് മാറ്റുക, മീൻസ് ഓരോ പീരീഡായിട്ട് കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ പീരിയോഡിക് പുഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വെതർ ഡാറ്റ ഫ്രം എ റിമോട്ട് സെൻസർ ഡിവൈസ് ടു എ ക്ലയൻറ്റ്, ഒരു റിമോട്ട് സെൻസർ ഡിവൈസ് എന്നൊരു ക്ലയൻറ്റിലേക്ക്
ഈ വെതർ ഡാറ്റേനെ നമ്മൾ പീരിയോഡിക്കായിട്ട് പുഷ് ചെയ്യുന്ന ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് കണക്കൂട്ടാൻ പറ്റും. കാരണം നമുക്കറിയാം വെതർ എന്ന് പറയുന്നത് ഒരു പീരീഡിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പം ഇതിനനുസരിച്ച് എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് ഈ വെതർ ഡാറ്റനെ ഒരു സെൻസറിൽ നിന്ന് ഒരു ക്ലയൻറ്റ് ഡിവൈസിലേക്ക്, ഒരു സെൻസർ ഡിവൈസിൽ നിന്ന് ക്ലയൻറ്റ് ഡിവൈസിലേക്ക് പീരിയോഡിക്കായിട്ട് പുഷ് ചെയ്യുന്നത് ഈ ഒരു ഇതിൻ്റെ എന്താ പറയുക ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. സോ ഈ പറഞ്ഞ ഒരു എന്താ പറയുക കണക്ഷൻലെസ് സെഷൻ സർവീസ് നമുക്കൊരു ഫിഗറിൽ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ആ ഫിഗർ ഒന്ന് നോക്കാം. ഇവിടെ എസ് യൂണിറ്റ് മെത്തേഡ് ഇൻവോക്ക് ഡോട്ട് REQ ഇതാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഓപ്പറേഷൻ റിക്വസ്റ്റ് സെർവറിലേക്ക് റിക്വസ്റ്റ് കൊടുക്കുന്നത് ഇതാണ്. അതേപോലെ എസ് യൂണിറ്റ് മെത്തേഡ് റിസൾട്ട് ഡോട്ട് റിക്വസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, റിസൾട്ടിനെ തിരിച്ച് ക്ലയൻറ്റിലേക്ക് റിട്ടേൺ കൊണ്ടുവരുന്നതാണ് എസ് യൂണിറ്റ് മെത്തേഡ് റിസൾട്ട് ഡോട്ട് റിക്. അതേപോലെ യൂണിറ്റ് പുഷ് ഡോട്ട് റിക് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റേനെ ക്ലയൻറ്റിലേക്ക് പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ട്രാൻസ്ഫേഴ്സ് നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാൻഡേർഡ് അൺറിലയബിൾ ഡാറ്റാഗ്രാം ട്രാൻസ്ഫർ, അതായത് WDPൻ്റെ ഒരു സർവീസാണ് എന്ത് അൺറിലയബിൾ ഡാറ്റാഗ്രാം ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അത് യൂസ് ചെയ്തിട്ടാണ് എന്ത് PDUസിൻ്റെ ട്രാൻസ്ഫർ നടക്കുന്നത്. അതായത് മെത്തേഡ്, റിപ്ലൈ, പുഷ്, ഇത്രയും കാര്യങ്ങൾ എങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അൺറിലയബിൾ ഡാറ്റ ട്രാൻസ്ഫർ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ്. ഒന്ന് മെത്തേഡ് ഇൻവോക്ക് ഡോട്ട് റിക് എന്ന ഇത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ റിസൾട്ട്സിനെ റിട്ടേൺ ചെയ്യുന്നത്. അതേപോലെ എസ് യൂണിറ്റ് പുഷ് ഡോട്ട് റിക് ഇതാണ് പുഷ് ഡാറ്റ പുഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് ഫിഗർ വരിക. നമുക്കിവിടെ കാണാം ഇവിടെ കാണാം എസ് യൂണിറ്റ് മെത്തേഡ് ഇൻവോക്ക് ഡോട്ട് റിക്വസ്റ്റ്. അപ്പോൾ റിക്വസ്റ്റ് അങ്ങോട്ട് പോയി, അതേപോലെ എന്ത് ചെയ്യുക അതിന് ഇൻവോക്ക് ചെയ്തു, അതിന് ശേഷം അതിൻ്റെ റിസൾട്ട് എന്ത് ചെയ്തു മെത്തേഡ് റിസൾട്ട് ഡോട്ട് റിക്ക് കൊടുത്തതിന് ശേഷം REQ കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക ആ റിപ്ലൈ PDU റിപ്ലൈ യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്തു റിസൾട്ട് കിട്ടി. എന്നതിന് ശേഷം ഇവിടെ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റ് പുഷ് യൂസ് ചെയ്തിട്ട് ആ റിസൾട്ടിനെ പുഷ് ചെയ്തു. ഇതാണ് ഈ ഫിഗറിൻ്റെ അകത്ത് കാണിക്കുന്നത്. ഓക്കെ, ബിസൈഡ്സ് എ സെർവർ അഡ്രസ് എന്ന് ഉദ്ദേശിക്കുന്നത് SA ആണ് ഡിനോട്ട് ചെയ്യുന്നത്. അതേപോലെ ക്ലയൻറ്റ് അഡ്രസ്സ് CA, ദ മെത്തേഡ് M ആൻഡ് ദ റിക്വസ്റ്റ് URI which have already been explained above. The user of the S-unit method invoke.req primitive can determine a transaction identifier. ഈ യൂസർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫയറിനെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അതെന്തിന്, ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ട്രാൻസാക്ഷൻ ഓൺ ദ യൂസർ ലെവലിൽ തന്നെയുള്ള പല ട്രാൻസാക്ഷനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. TID ഈസ് കമ്മ്യൂണിക്കേറ്റഡ് ട്രാൻസ്പാരൻ്റ്ലി ഫ്രം സർവീസ് യൂസർ ടു സർവീസ് യൂസർ. TID എന്താണ് ചെയ്യുന്നത്, ട്രാൻസ്പാരൻ്റ്ലി ഒരു സർവീസ് യൂസറിൽ നിന്ന് മറ്റൊരു സർവീസ് യൂസറിലേക്ക് എന്ത് ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സോ എസ് യൂണിറ്റ് മെത്തേഡ് റിസൾട്ട് പ്രിമിറ്റീവ് റിമെയിൻസ് ദ സെയിം ആസ് എക്സ്പ്ലെയിൻഡ് അബവ്. യൂണിറ്റ് മെത്തേഡ് റിസൾട്ട് എന്തിനാണെന്ന് നമുക്കറിയാം, ഒരു റിസൾട്ടിന് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ അവിടെ യൂസ് ചെയ്തത്. ദ സ്റ്റാറ്റസ് എസ് റെസ്പോൺസ് ദ ഹെഡർ RH ആൻഡ് ദ റെസ്പോൺസ് ബോഡി RB റെപ്രസെൻറ്റ്സ്. ഇത് നമ്മൾ നേരത്തെ ആ ഫിഗറിൽ പറഞ്ഞത് എന്താണോ അതാണ് ഇവിടെ സെയിമായിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്ക് വയർലെസ് സെഷൻ പ്രോട്ടോക്കോളിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, സോ വീഡിയോ കണ്ടതിന് താങ്ക് യു.